ഒരു സ്കൂൾ കെട്ടിടം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ സ്മാരകമായി നിൽപ്പുണ്ട് വയനാട്ടിലെ ചൂരൽമലയിൽ. അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും പതിയെ പഠനത്തിലേക്കും സ്കൂളിൻ്റെ സന്തോഷത്തിലേക്കും തിരിച്ചു വരികയാണ്. കരുത്തു പകരുന്ന ആ അധ്യാപകർ ഓരോ വിദ്യാർത്ഥിക്കും ഇന്ന് ഹീറോയാണ്. ഞാൻ ജെനിഫർ സാറിനെ അങ്ങോട്ട് വിടാം. വെള്ളാർമല സ്കൂളിന്റെ ചുമതലയുള്ള ഉണ്ണിമാഷിന്റെ മുഖത്തെ ചിരിയാണ് ഈ അധ്യാപക ദിനത്തിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. ആ ചിരി ഇവിടുത്തെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും കൂടെയുള്ള അധ്യാപകർക്കും ഇന്ധനമാണിന്ന്. മേപ്പാടിയിൽ നിന്ന് അധികം ദൂരമില്ലാതെ ചൂരൽമലയിലെ പാറകളും മണ്ണും സാക്ഷിയാക്കി ഒരു കെട്ടിടം നിൽപ്പുണ്ട്. ഉരുൾപൊട്ടലിന്റെ സ്മാരകമായി ഇനി ആ കെട്ടിടം അവിടെയുണ്ടാകും. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. തകർന്നു തരിപ്പണമായ വെള്ളാർമല സ്കൂളിന്റെ വരാന്തയിലിരുന്നുള്ള മാഷിന്റെ തേങ്ങൽ നെഞ്ചു കൊളുത്തി വലിക്കുന്ന വേദനയായിരുന്നല്ലോ. പ്രകൃതി സംരക്ഷണ പ്രവർത്തനം നടത്തിയ ഇടം തന്നെ പ്രകൃതി കൊണ്ടുപോയി. ഇതിൽ കൂടുതൽ നമ്മൾ എന്തു പറയാനാ? വെള്ളാർമല സ്കൂൾ ഇപ്പോൾ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഒരു വളപ്പിൽ 3 സ്കൂളുകൾ. മാഷിന് പിടിപ്പത് പണിയുണ്ട്. കണ്ണീർ കാഴ്ചകൾ മനസ്സിലുണ്ടെങ്കിലും മുഖത്തേക്കത് വരാതിരിക്കാൻ നന്നേ പാടുപെടുന്നുണ്ട് ഉണ്ണിമാഷ്. മക്കളെ എല്ലാവരും കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. ഇല്ലാത്ത മക്കളെ ഓർത്ത് നമ്മളിനി ദുഃഖിച്ചിട്ട് കാര്യമില്ല. നമ്മളിനി യാഥാർത്ഥ്യത്തിലേക്ക് വരണമല്ലോ. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറ്റിവെച്ച് നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കുകയാണ്. കുട്ടികളുടെ മുന്നിൽ ചെന്നിട്ട് നമ്മൾ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചിരിച്ച് അഭിനയിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പഠനം തുടങ്ങി വരുന്നതേ ഉള്ളൂ. കുട്ടികൾ പരസ്പരം ഒരുപാട് സംസാരിക്കട്ടെ, കളിച്ചു ചിരിക്കട്ടെ എന്നൊക്കെ ഈ അധ്യാപകർ ഒരുമിച്ച് കരുതുന്നു. കാലം മായ്ക്കേണ്ട മുറിവാണിത്. ക്ലാസുകളിലേക്കും സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇനി പുനഃപ്രവേശനോത്സവം. ഉണ്ണിമാഷ് പറഞ്ഞതുപോലെ നടുക്കം വിട്ടുമാറാത്ത കുട്ടികൾക്ക് മുന്നിൽ ദുഃഖം കടിച്ചമർത്തി ചിരിച്ച മുഖവുമായി ഓരോ അധ്യാപകരും ഇവിടെ അഭിനയിക്കുകയാണ്. ഇവർ നൽകുന്ന ധൈര്യമാണ് വിദ്യാർത്ഥികൾക്ക് മുന്നോട്ടുള്ള ഊർജമെന്ന് തിരിച്ചറിഞ്ഞ്. അർഷാക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 വയനാട്.